നീ ഈ പാപം വെച്ചുകൊണ്ട് നിന്നെ രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറയും. നിൻ്റെ ഈ പാപ കൂമ്പാരം വെച്ചുകൊണ്ട് തന്നെ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. എന്താ കാര്യം? ഇതിൽ പശ്ചാത്താപത്തിൻ്റെ പാപത്തിൻ്റെ പ്രൊവിഷനുണ്ടെന്ന് പറയും. അത് പരിശുദ്ധാന് പറഞ്ഞുതരാം. അപ്പോൾ പശ്ചാത്താപം എന്ന് പറയും ഇപ്പം ഈ പാപത്തെക്കുറിച്ചൊന്നും മോങ്ങിക്കളിക്കണമില്ല. അത്ര മോങ്ങൽ കുറേ കണ്ടിട്ടുള്ളതാണ് ദൈവം. അതൊന്നും വിലപ്പോകത്തില്ല. മോങ്ങലെന്ന് പറയുമ്പോൾ ഒരു ഒന്നൊന്നര മോങ്ങലായിരിക്കണം. എന്താ കാര്യം? ഈ ചാപ്റ്റർ നീ ക്ലോസ് ചെയ്യണമെന്ന് പറയണം. ഈ പാപത്തിൻ്റെ ചാപ്റ്റർ ഞാൻ നിന്നെ അറിഞ്ഞ് നിൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി ഞാനിത് ക്ലോസ് ചെയ്യണമെന്ന് പറയണം. അക്കൗണ്ട് ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞ് അത് സത്യസന്ധമാണെങ്കിൽ ഇന്ന് ഇവിടെ വെച്ച് കർത്താവ് നിന്നെ ബ്ലെസ് ചെയ്യും. കാര്യം എന്ന് കഴിഞ്ഞാൽ നീ പാപത്തിൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്യും എന്നുള്ളത് ദൈവത്തിന് അറിയാം. അതാണ് വിഷയം. അല്ല നാളെ സംഭവിക്കാൻ പോണതല്ല. നാളെ സംഭവിക്കാൻ പോണ ഇന്നെന്ന പോലെ ദൈവത്തിന് അറിയാം. അപ്പം നീ പാപം വെച്ചാണ് ഇതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു നിക്ഷേപം ഇറക്കണമെന്ന് വിചാരിച്ചോ? അതിൽ നീ എന്താ പറയാനുള്ളത്? കർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? മേലിൽ പാപം ചെയ്യരുത്. അതാണ് പശ്ചാത്താപം. എന്നുകൊണ്ട് വെറുതെ അല്ല, വെറുതെ മോങ്ങിക്കണിക്കണമല്ല, അതിൻ്റെ അകത്ത് കാര്യമുണ്ട്.